Good morning, students. Once again, welcome back to chemistry class. We have been discussing different atom models so far, and also we have studied dual nature of electromagnetic radiation. Young physicist de Broglie extended the concept of dual nature of electromagnetic radiation into matter. That means every object in the universe possesses this wave-particle duality in principle. As we have seen before, all atom models possess some limitations. The Bohr atom models also had no exception. According to Bohr atom model, electrons are traveling in fixed trajectories around the nucleus. But a German physicist, Heisenberg, observed that in order to identify the trajectory of a moving subatomic particle like electron, one should know its position and momentum precisely and simultaneously. This led to the invention of a new revolutionary concept in human civilization, that is Heisenberg uncertainty principle, leading to the development of new branch in modern science called quantum mechanics. The Heisenberg uncertainty principle can be stated as: it is impossible to determine simultaneously and precisely both position and momentum of a moving microscopic particle like an electron. അതായത് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് മൂവിങ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ജസ്റ്റ് ലൈക്ക് ഇലക്ട്രോൺ, അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് പ്രിസൈസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നാം ഒരു വസ്തുവിനെ കാണുന്നത്? വസ്തുവിലേക്ക് ലൈറ്റ് വന്ന് പതിക്കുകയും ആ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് നാം ആ ഒരു വസ്തുവിനെ കാണുന്നത്. നമുക്കറിയാലേ. എന്നാൽ നാം വസ്തുവിനെ കാണാൻ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഒബ്ജക്റ്റിൻ്റെ സൈസും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്കെയിൽ വേണമല്ലോ. ആ സ്കെയിലിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിനേക്കാളും ചെറിയ യൂണിറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് മില്ലിമീറ്ററെങ്കിലും ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് പ്രിസൈസ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു സാധനത്തെ മെഷർ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും കുറഞ്ഞ യൂണിറ്റ് വേണം ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ യൂണിറ്റ് ആയിരിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ മെഷർ ചെയ്യുന്ന ഡിവൈസിൻ്റെ യൂണിറ്റ് എത്രത്തോളം ചെറുതാണോ അത്രത്തോളം നമുക്ക് ആക്യുറസി കൂടും. ആ അളവുകോലിൻ്റെ യൂണിറ്റ് എത്രത്തോളം ചെറുതാണോ അത്രത്തോളം കൃത്യമായൊരു റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ സൈസ് വളരെ വളരെ ചെറുതാണ്. അതിൻ്റെ സൈസിനേക്കാളും വളരെ ചെറിയ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം യൂണിവേഴ്സ് എത്രമാത്രം വലുതാണ്. യൂണിവേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കൂലേ? അതിന് വളരെ വേവ് ലെങ്ത്ത് കൂടിയ ലൈറ്റ് ആവശ്യമാണ്. ആ വേവ് ലെങ്ത്ത് കൂടിയ ലൈറ്റ് കൊണ്ട് നമ്മുടെ ഫേസിൻ്റെ ഫോട്ടോ എടുത്താൽ എങ്ങനെയിരിക്കും? വളരെ ബ്ലേർഡ് ആയിരിക്കും, അല്ലേ? നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്റും അതിൻ്റെ സൈസും തമ്മിൽ വളരെ കൃത്യമായൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇലക്ട്രോണിൻ്റെ സൈസ് വളരെ വളരെ ചെറുതായതുകൊണ്ട് ഇലക്ട്രോണിനെ കാണാൻ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ മീൻസ് ഫോട്ടോൺസിൻ്റെ വേവ് ലെങ്ത്തും വളരെ ചെറുതായിരിക്കണം. ഓക്കെ, ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും എനർജിയും തമ്മിലുള്ള ബന്ധവും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്തായിരുന്നു അത്? നമുക്കറിയാം E is equal to h nu ആണ്, അല്ലേ? Nu is equal to c by lambda. E is the energy, h is the Planck's constant, nu is the frequency. Frequency can be related to wavelength. That means nu is equal to c by lambda. So E is equal to hc by lambda എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്കറിയാം this energy and wavelength are
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിൻ്റെ എനർജി വളരെ കൂടുതലായിരിക്കും. ക്ലിയർ? എനർജിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിൻ്റെ എനർജി കൂടുതലായിരിക്കും, വേവ് ലെങ്ത് കൂടിയ ലൈറ്റിൻ്റെ എനർജി കുറവായിരിക്കും. ഇങ്ങനെ വളരെ വളരെ ചെറിയ ഇലക്ട്രോണിനെ കാണാൻ വേണ്ടി വേവ് ലെങ്ത് വളരെ കുറഞ്ഞ ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം അറ്റ് എ മൊമെൻറ്റ് ആ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ എനർജി കൂടിയ ഈ ലൈറ്റ് വന്ന് ഇലക്ട്രോണിനെ വന്ന് പതിക്കുമ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അതിൻ്റെ ട്രജക്ടറി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? ഈ വളരെ എനർജി കൂടിയ ലൈറ്റ് വന്ന് ഇലക്ട്രോണിനെ വന്ന് പതിച്ചു കഴിയുമ്പം പിന്നീട് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ട്രജക്ടറി, അതിൻ്റെ പാത്ത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊമെൻറ്റം നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പക്ഷേ മൊമെൻറ്റം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പൊസിഷൻ അക്യുറേറ്റ് ആയിരുന്നു, അപ്പോൾ മൊമെൻറ്റം അക്യുറേറ്റ് അല്ല. ഓക്കെ, ഒരുമിച്ച് രണ്ടും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയൊരു കണ്ടീഷൻ നമ്മളൊന്ന് ആലോചിച്ചാലോ? അതായത് വേവ് ലെങ്ത് കൂടിയൊരു ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചതെന്ന് കരുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇലക്ട്രോൺ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് ഇലക്ട്രോണിനെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്ക് മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ഇലക്ട്രോൺ പോലെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയം കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അദ്ദേഹം യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π. Okay, where x is the position, then p is the momentum. We know that p is equal to mv, product of mass into velocity. Here delta x represent the change in position or error in position or uncertainty in position. Then delta p represent the change in momentum or the error calculated in the momentum or uncertainty in momentum. Then the product of delta x into delta p is equal to or greater than h by 4π. Suppose two variables x and y. x ഉം y രണ്ട് വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. Then ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയം അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹൈസൻബർഗ് പറഞ്ഞത് ഈ ഇലക്ട്രോണിൻ്റെ കേസിൽ ഇത് ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ബി ഒരിക്കലും 0 ആവില്ല. ഓക്കെ, ദാറ്റ് മീൻസ് it may be equal to or greater than h by 4π, where h is the Planck's constant. Okay. What is Heisenberg principle? It is impossible to determine the position and momentum of a moving subatomic particle like electron simultaneously and precisely. അവ രണ്ട് വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. സൈമൾട്ടേനിയസ് അല്ലെങ്കിൽ നമുക്കിത് രണ്ടും കണ്ടുപിടിക്കാം, പ്രിസൈസ്ലി അല്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ഒരേ സമയം വേണം, അത് പ്രിസൈസുമായിരിക്കണം. Then the mathematical expression for Heisenberg uncertainty principle is delta x into delta p is equal to or greater than h by 4π, where delta x is the uncertainty in position, delta p is the uncertainty in momentum and h is the Planck's constant. ഇവിടെയാണ് ബോസ് അറ്റം മോഡലും ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളും തമ്മിലുള്ള വൈരുദ്ധ്യം വരുന്നത്. ബോർ ആറ്റം മോഡൽ അനുസരിച്ച് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഫിക്സഡ് സർക്കുലാർ പാത്തിൽ കൂടെ, നമ്മളതിനെ വിളിച്ചത് ഓർബിറ്റ് എന്നാണ്,
അതൊരു ഫിക്സഡ് റേഡിയസ് ഉണ്ടായിരുന്നു, ഫിക്സഡ് എനർജി ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെയ്സൻബർഗ് പറഞ്ഞു ഇങ്ങനെ ഒരു കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ കറക്റ്റ് ട്രജക്ടറി, കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഒരിക്കലും നമുക്ക് ഇലക്ട്രോണിനെ പോലെയുള്ള മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സപ്പോസ് നമ്മൾ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ അറ്റ് എ മൊമെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് കരുതുക, നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇലക്ട്രോൺ ആ പൊസിഷനിലായിരിക്കില്ല. വീണ്ടും നമ്മൾ ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ കൊണ്ടുവന്ന് ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ അതേപോലെ വെച്ച് വീണ്ടും നമ്മൾ അതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ടതിൽ നിന്നും ഒരല്പം വിഭിന്നമായിരിക്കും അതിൻ്റെ പൊസിഷൻ. ദാറ്റ് മീൻസ് ഒരിക്കലും നമുക്ക് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട്, ഇലക്ട്രോണിൻ്റെ ട്രജക്ടറി എക്സാക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട്, പറയാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും ഈ പ്ലേസിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ, ഇലക്ട്രോൺ അവിടെ ഉണ്ടാവാനുള്ള, ഇന്ന സ്ഥലത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റാണ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. ദെൻ ഇപ്പോൾ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സാക്ട് ട്രജക്ടറി ഓഫ് മൂവിങ് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, but introduced it concept of probability. അതായത് ഇലക്ട്രോണിനെ പോലെയുള്ള മൂവിങ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയം പ്രിസൈസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? ഒരു പ്രോബബിലിറ്റി ബേസ്ഡ് കൺസെപ്റ്റ് വെച്ചിട്ട് മാത്രമേ ഒരു പ്രത്യേക സ്ഥലത്ത് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഈ പ്രോബബിലിറ്റി ബേസ്ഡ് കൺസെപ്റ്റാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ബ്രാഞ്ച് ഓഫ് മോഡേൺ സയൻസിൻ്റെ അടിസ്ഥാനം. ഓക്കെ, ലെറ്റ് us see some problems related to Heisenberg principle. Then we know that the mathematical expression for Heisenberg principle is delta x into delta p is equal to or greater than h by 4 pi. Then we know that p is equal to mv. അപ്പോൾ നമ്മൾ ഡെൽറ്റ പിക്ക് വരെ നമുക്ക് ഡെൽറ്റ എം വി എന്നല്ല എഴുതേണ്ടത്, എം ഡെൽറ്റ വി എന്നാണ്. കാരണം മാസിന് അവിടെ വ്യത്യാസം വരുന്നില്ല, വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ദി ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4 പൈ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഉള്ളത്, this Heisenberg principle can be applicable only in the case of microscopic bodies, because ഈ മൈക്രോസ്കോപ്പിക് ബോഡീസിൻ്റെ കേസിലെ ഈ അൺസർട്ടനിറ്റി മോർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൂ. ലെറ്റ് us see a simple example. By considering a 1 milligram മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ എടുക്കുക. അതിൽ ഈ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പം ആ അൺസർട്ടനിറ്റി അവിടെ എന്തോരമാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. 1 milligram എന്ന് പറഞ്ഞാൽ that is equal to 10⁻⁻⁶ kg ആണ്. We know that according to equation delta v into delta x is equal to h by 4 pi m. Then Planck's constant value നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 into പൈയുടെ വാല്യൂ 3.14 into 10⁻⁻⁶ kg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 10⁻⁻28 meter square per second ആണ്. ഇത് വളരെ വളരെ ചെറിയൊരു വാല്യൂ ആണ് അല്ലേ? അതുകൊണ്ടത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് നമ്മൾ നോക്കണം, 1 milligram ഉള്ള മാസുള്ള ഒരു ഒബ്ജക്റ്റിനാണ് ഇത്രയും ചെറിയ വാല്യൂ കിട്ടിയെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ 1 milligram കൂടുതൽ മാസുള്ള ഒബ്ജക്റ്റിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? വളരെ 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 ചെറുതായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ദാറ്റ് മീൻസ് വളരെ ചെറിയ വാല്യൂ ആണ് ഇൻ ദ കേസ് ഓഫ് ലാർജ് ഒബ്ജക്ട്സ്, macroscopic objects. Let us see this Heisenberg principle in the case of an electron. Here also delta v into delta x is equal to h by 4 pi m. ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കറിയാം മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 into 10⁻⁻31 kg ആണ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 10⁻⁴ meter square per second. ഓക്കെ, ഇത് താരതമ്യേന ഇതിനെ വെച്ച് നോക്കുമ്പോൾ വലിയ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോസ്കോപ്പിക് ബോഡീസിൻ്റെ കേസിലാണ് ഈ ഹെയ്സൻബർഗ് പ്രിൻസിപ്പിളിൻ്റെ ഈ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് ഈ ആൻസർ കിട്ടിയേക്കുന്നത്.
ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോസ് ഡെൽറ്റ വി അറിയാമെങ്കിൽ ഇതും ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ സോ സ്റ്റുഡൻസ്, ലെറ്റ് us conclude today's class. നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മൾ പഠിച്ചു ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ അല്ലേ. It is impossible to determine simultaneously and precisely the position and momentum of a moving subatomic particle like an electron. Its mathematical expression is delta x into delta p is equal to or greater than h by 4 pi. Then ഇതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ നമ്മൾ സങ്കല്പിച്ചിരുന്ന ബോസിൻ്റെ ആറ്റം മോഡലായിരുന്നു വളരെ കൃത്യമായ ട്രജക്ടറി നിർണ്ണയിച്ചിരുന്ന ഒരു ബോറിൻ്റെ ആറ്റം മോഡലിനെയാണ് നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറായിട്ട് പരിഗണിച്ചിരുന്നത്. ആ ഐഡിയ കംപ്ലീറ്റ് മാറ്റിക്കൊണ്ട് ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സഡ് ട്രജക്ടറി ഫോർ ദ ഇലക്ട്രോൺ and it introduced the concept of probability to explain the trajectory of electron like electron. Okay, thank you.